എഴുതി അയച്ചിട്ടുണ്ട്. അതില് ചുവപ്പ് മഷിയിൽ മാത്രം എഴുതിയിട്ടുണ്ട്. എന്താ എന്നെ കാണാൻ വരാത്തത്? വേഗം വന്നോളൂ ട്ടോ. ബാക്കിയൊക്കെ നീല മഷിയില്. എന്താ കഥ? നമുക്കൊന്ന് നോക്കാം. നമസ്കാരം സർ. ഞാന് വളരെ അടുത്തിടയ്ക്കാണ് ത്രിമധുരം പേജ് കാണാനിടയായത് ട്ടോ. എൻ്റെ പേര് ശ്യാമ എന്നാണ്. കൊല്ലത്താണ് താമസം. എനിക്ക് 37 വയസ്സായി. ഇന്നുവരെ ഗുരുവായൂർ പോവാൻ പറ്റിയിട്ടില്ല. ഗുരുവായൂരപ്പനെ കാണണമെന്ന് അതിയായ മോഹമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നുവരെ അതിന് സാധിച്ചിട്ടില്ല. എല്ലാവരും പറയുന്നു മുൻജന്മ പാപം തീരാതെ ഭഗവാനെ കാണാൻ കഴിയില്ല എന്ന്. അത് സത്യമാണോ? അങ്ങനെയിരിക്കെ ഒരു ദിവസം ഞാൻ ഭഗവാനോട് കരഞ്ഞ് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു. എനിക്ക് ഭഗവാനെ കാണാൻ അതിയായ ആഗ്രഹമുണ്ട്. എന്നിലെ ഭക്തിയിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ? അതാണോ എനിക്ക് അങ്ങയെ കാണാൻ അവിടെ വരാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞു ട്ടോ. അതിനുശേഷം ഞാൻ ഫോൺ നോക്കിയപ്പോൾ അതിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ഗുരുവായൂരപ്പൻ്റെ വീഡിയോ ആയിരുന്നു. എന്താ എന്നെ കാണാൻ വരാത്തത്? വേഗം വന്നോളൂ ട്ടോ. എൻ്റെ ഭഗവാൻ എന്നെ അങ്ങോട്ട് വിളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അധികം വൈകാതെ തന്നെ അവിടേക്കും വരും എന്ന് പോകാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. ഭഗവാനെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഈ അനുഭവം ത്രിമധുരത്തിൽ പറയാൻ പറ്റുമെങ്കിൽ അങ്ങ് പറയണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്യാമ ഗുരുവായൂരിൽ ഹസ്ബൻഡിൻ്റെ കൂടെ എത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ കാത്തു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. ഒരു ദിവസം അങ്ങോട്ട് വരിക, എന്നിട്ട് ഭഗവാനെ കൺകുളിർക്കെ കാണുക. ഗുരുവായൂർ എന്ന് പറയുമ്പം ആദ്യമായിട്ട് വരികയാണെങ്കിൽ വരുന്നതിന് മുമ്പേ കുറേ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരേണ്ടത് എന്നൊക്കെ പല വീഡിയോസിലും കാണാം. എങ്ങനെ തൊഴണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോഴേ നമുക്ക് ഗുരുവായൂർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഒരു ദിവസം താമസിക്കാനൊക്കെ തയ്യാറായിട്ട് വരിക കേട്ടോ. ഭഗവാന്റെ അടുത്തേക്ക് വന്നോളൂ. ആ വരി പ്രത്യേകം എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താ എന്നെ കാണാൻ വരാത്തത്? വേഗം വന്നോളൂ കേട്ടോ. ശ്യാമേ, ഇതാ പറഞ്ഞിരിക്കുന്നു. ഭഗവാൻ ഏറ്റെടുക്കൂ ട്ടോ. ഒന്നും പറയാനില്ല. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരേണ്ടവർക്ക് വരാം. വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. കുറേ അറിവുകൾ കിട്ടും. നമ്മൾ ഗുരുവായൂരായിട്ട് ബന്ധപ്പെട്ടായിട്ടും ഭക്തരായിട്ട് ബന്ധപ്പെട്ടായിട്ടും ഒക്കെയുള്ള പിന്നെ നല്ല സൗഹൃദങ്ങളുണ്ടാവും. പിന്നെ നമ്മളെ ഗ്രൂപ്പ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ജോയിൻ ബട്ടണിലൂടെ വരുന്നവർക്ക് നമുക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. ഹരേ കൃഷ്ണ. വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ശ്യാമയ്ക്ക് വേണ്ടി ഈ അനുഭവം നിങ്ങളായിട്ട് സമർപ്പിക്കുകയാണ്.